ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൈജു നമ്പർ 8 സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് അനിമേ ഗ്ലിച്ച്, രണ്ടാമത്തത് റൈസിംഗ് സ്റ്റാർസ്, മൂന്നാമത്തത് മൈക്കി, നാലാമത്തത് ബ്ലാക്ക് മൂൺ, അഞ്ചാമത്തത് ഷെഫീന മുഹമ്മദ് ഗസ്നി, ആറാമത്തത് ഷിജു കെ. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട, അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇച്ചിക്കാവ കാഫ്കയോട് ചോദിക്കും, സീനിയർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് കാഫ്ക എണീച്ചിട്ട് പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിപ്പോ ഫുൾ സ്ട്രോങ് ആണ്. അത് കേട്ട് വൈസ് ക്യാപ്റ്റൻ പറയും, തീരുമാനങ്ങളൊക്കെ നിന്റെയാണ്, പക്ഷെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ പോവുകയാണെങ്കിൽ ഞാൻ അപ്പോ ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യും. അത് കേട്ട് കാഫ്ക ചിരിക്കുന്നുണ്ടെങ്കിലും അവന് തീരെ വയ്യ, ശരീരത്തിൽ മുഴുവൻ പരിക്കാണ്. അതിന്റെ കൂടെ കാഫ്കയുടെ ഒരു കാൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിക്കാവ കാഫ്കയുടെ നേരെ കൈ നീട്ടിയിട്ട് പറയും, എന്റെ തോളത്ത് നിങ്ങൾ കയറിയിരിക്കേ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കൈജുവിനെ കൊല്ലാം. അത് കേൾക്കുന്ന കാഫ്ക അവർ രണ്ടുപേരും ഇതിനു മുന്നേ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത കാര്യം ഓർക്കും. ഇച്ചിക്കാവ, എന്റെ ജീവിതത്തിൽ നിന്നെപ്പോലെയുള്ളൊരു നല്ലവനായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ ചിന്തിക്കുന്ന കാഫ്ക ഇച്ചിക്കാവയ്ക്ക് കൈ കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ വൈസ് ക്യാപ്റ്റൻ ഹൊഷീന പൊട്ടിച്ചിരിക്കും. ഇച്ചിക്കാവയും കാഫ്കയും കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് വൈസ് ക്യാപ്റ്റന് ചിരിക്കാതെ നിൽക്കാൻ കഴിയുന്നില്ല. കാഫ്കയും ഇച്ചിക്കാവയും കൈജുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതിനു മുന്നേ ഷിനോമിയ വന്ന് അതിനെയൊക്കെ കൊന്നുകളയും. വരുന്ന കൈജുവിനെ എല്ലാം ഓരോരുത്തരായിട്ട് കൊല്ലണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഷിനോമിയ ഓടി വന്ന് എല്ലാത്തിനെയും തീർത്ത് മുന്നിലേക്ക് പോകും. അവൾ കൈജുവിനെ കൊല്ലുന്നത് തോക്കുകൊണ്ട് മാത്രമല്ല, കയ്യിൽ കിട്ടുന്ന കമ്പി എടുത്ത് ഓരോ കൈജുവിനെ അടിച്ച് താഴേക്കിട്ട് അവസാനം മെയിൻ ആയിട്ടുള്ള കൈജുവിനെ കൊല്ലാൻ വേണ്ടി ഓടിപ്പോകുന്നു. കൈജുവിന് നേരെ ഓടി വരുന്ന ഷിനോമിയ ആദ്യം തന്നെ ഒരു ബോംബ് എടുത്ത് കൈജുവിന് നേരെ എറിഞ്ഞു പൊട്ടിക്കും. അങ്ങനെ കൈജുവിന്റെ ശ്രദ്ധ മാറുമ്പോ ഷിനോമിയ ചാടി വന്ന് കൈജുവിന്റെ വായയുടെ മുകളിൽ നിൽക്കും. എന്നിട്ട് ഒരൊറ്റ ഷൂട്ട്, കൈജു ഫിനിഷ്. അങ്ങനെ എക്സാമിന്റെ ഫൈനൽ സ്റ്റേജ് അവസാനിച്ചു. അതുകൊണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് അവരെല്ലാ ഡ്രോൺസിനെയും തിരിച്ചു വിളിക്കും. ഇപ്പൊ കാഫ്ക, ആ പീക്കിരി പെണ്ണ് പറന്ന് നടന്നല്ലേ ഓരോ കൈജുവിനെ കൊല്ലുന്നത്, അവൾക്കെന്തൊരു സ്പീഡാ എന്ന് പറയുന്ന കാഫ്കയും ഇച്ചിക്കാവയും അവിടെ നിലത്തേക്ക് കിടക്കുന്നു. ഇതേ സമയത്ത് കൺട്രോൾ റൂമിലുള്ള ഹോഷീനെ ചിന്തിക്കും, വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ഹോഷീനയുടെ പുറകിൽ നിന്ന് മീന പറയും, പറഞ്ഞു കേട്ടതിനെ വെച്ച് നോക്കുമ്പോ ഷിനോമിയുടെ പവർ കൂടുതലാണ്. അപ്പോ ഹോഷീന പറയും, ഞാൻ വിചാരിച്ചു ഒരു 30 പേരെങ്കിലും ഈ ഒരു റൗണ്ടിൽ തോറ്റുപോകുന്നു, പക്ഷെ എല്ലാവരും ജയിച്ചു, അതും ചെറിയ പരിക്കുകളോടെ. ഇതിനെല്ലാത്തിനും നന്ദി പറയേണ്ടത് കിക്കോറു ഷിനോമിയോടാണ്. അതുപോലെ ഡയറക്ടർ ഷിനോമിയുടെ മകളുടെ കയ്യിൽ നിന്ന് ഇതിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അവൾ ഒരു ദിവസം ഡിഫൻസ് ഫോഴ്സിൽ ഒരു വലിയ ആളായിട്ട് മാറും. ഇവിടെ ഇപ്പൊ കൈജുവിനെയൊക്കെ കൊന്ന് ആകാശത്ത് നോക്കി നിൽക്കുന്ന ഷിനോമിയ, ഡാഡി ഞാനിപ്പോ പെർഫെക്റ്റ് ആയില്ലേ, ശരിയെന്നാ ഇനി പോയിട്ട് ആ കാഫ്ക ഹിമിനോയെ കളിയാക്കാം എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകാൻ നിൽക്കുമ്പോ അവളുടെ പുറകില് ഒരു കൈജു. അവളുടെ പുറകിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഷിനോമിയ തിരിഞ്ഞു നോക്കുമ്പോ ആ കൈജു അവളുടെ നെഞ്ചിന് തന്നെ അറ്റാക്ക് ചെയ്യും. ഇതേ സമയത്ത് ഇവിടെ കാഫ്ക ഷിനോമിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദി പറയേണ്ടത് അവളോടാണ്, അവളുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം എന്ന് കാഫ്ക പറയുമ്പോ അവർ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കൊന്ന കൈജു മുഴുവൻ റീജനറേറ്റ് ആയി എഴുന്നേൽക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്, ചത്തുപോയ കൈജു എങ്ങനെ തിരിച്ചു വരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നെഞ്ചത്ത് തന്നെ അറ്റാക്ക് കിട്ടിയ ഷിനോമിയ മുട്ടൂത്തി നിൽക്കുമ്പോ അവളുടെ നെഞ്ചിൽ നിന്ന് ഒരുപാട് ചോര പോവും. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു സൂട്ട് അവളുടെ മുറിവായ ഭാഗത്ത് കവർ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾക്ക് പറ്റിയ മുറിവൊന്നും ഉണങ്ങില്ല, പകരം രക്തം പുറത്തേക്ക് വരുന്നത് തടഞ്ഞു വെക്കും. ഇപ്പൊ ഷിനോമിയ അവളെ അറ്റാക്ക് ചെയ്തത് ഒരു പുതിയ കൈജു ആണല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ പെട്ടെന്ന് ആ കൈജു അവളോട് സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് ഷിനോമിയ വീണ്ടും അത്ഭുതപ്പെടും, കാരണം ഇതുവരെ ഒരു കൈജു അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു പുതിയ വന്ന കൈജു അവിടെ ചത്തു കിടക്കുന്ന ഹോഞ്ചുവിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിനോമിയ അവളുടെ തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ആ കൈജു അവളുടെ നേരെ കൈ ചൂണ്ടിയതും നേരത്തെ കിട്ടിയതുപോലെ ഒരുപാട് അറ്റാക്ക് അവളുടെ ബോഡിയിലേക്ക് വന്ന് കയറുന്നു. അവൾക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവിടെ തന്നെ
മുട്ടുകുത്തി വീണുപോയി. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കൺട്രോൾ റൂമിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അവര് ഡ്രോൺ വെച്ച് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് എല്ലാ ചത്തുപോയ കൈജുവും തിരിച്ചു വന്നെന്ന്. അത് കേട്ട് ഹോഷീന ചോദിക്കും, അതെങ്ങനെ സംഭവിക്കും? ചത്തുപോയ കൈജു ഒക്കെ എങ്ങനെ തിരിച്ചു വരും? അപ്പൊ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ലേഡി പറയും, വീണ്ടും ജീവനോടെ വന്ന ഹോഞ്ചുവിന്റെ ആപത്തിന്റെ അളവ് 6.4. അത് കേൾക്കുന്ന ഹോഷീന ഷോക്കാവും. മുമ്പത്തേക്കാൾ അത് പവർഫുൾ ആയിട്ടുണ്ട്. ഒരു വലിയ ടീം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കൊല്ലാൻ കഴിയുള്ളൂ. ഇവിടെ ഉള്ളവരിൽ വെച്ച് അതിനെ കൊല്ലാൻ കഴിയുന്നത് എനിക്കും ക്യാപ്റ്റൻ മീനയ്ക്കുമാണ് എന്നിങ്ങനെ ഹോഷീന ചിന്തിക്കുമ്പോൾ മീന പറയും, പെട്ടെന്ന് എല്ലാവരുടെയും ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യേ. അതുപോലെ ഹോഷീന നമുക്ക് പോവാം എന്ന് മീന പറയുമ്പോൾ അവർ രണ്ടുപേരും കൈജുവിനെ കൊല്ലാൻ വേണ്ടി പോകുന്നു. അതുപോലെ അവിടെയുള്ള എല്ലാവരോടും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറിപ്പോവാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ ഷിനോമിയുടെ ബോഡിയിൽ നിന്ന് ചോര പോകുന്ന ഭാഗത്തൊക്കെ സൂട്ട് കൊണ്ട് മുഴുവൻ കവർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കഴിയും, എനിക്കിതിനെ കൊല്ലാൻ കഴിയും, ഞാനിതിനെ കൊല്ലും എന്ന് പറഞ്ഞ് എണീക്കുന്ന ഷിനോമിയെ കൈജു ഒറ്റയടിക്ക് അടിച്ചു തെറിപ്പിക്കും. കൈജുവിന്റെ അടി കിട്ടി ചുമരിൽ ചെന്ന് ഇടിച്ചു വീഴുന്ന ഷിനോമിയ ഇത്രയൊക്കെ ചെയ്തത് അവൾക്ക് ജയിക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ഷിനോമിയുടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഷിനോമിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ എപ്പോഴും എക്സാമിന് ടോപ്പർ അവളാണ്. പക്ഷെ വെറുതെ പാസ്സായ കുട്ടികളെ വരെ അവരുടെ അച്ഛനമ്മമാര് വന്ന് പ്രോത്സാഹിപ്പിക്കും, അവർക്ക് സർപ്രൈസ് കൊടുക്കും. എന്നാൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഷിനോമിയെ മാത്രം അഭിനന്ദിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അവളുടെ അച്ഛൻ എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഷിനോമിയുടെ അടുത്തേക്ക് അവളുടെ ബട്ട്ലർ വന്നിട്ട് പറയും, കിക്കോറു മാസ്റ്റർ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്, അദ്ദേഹം ഇന്ന് നിന്നെ ഉറപ്പായിട്ടും അഭിനന്ദിക്കും. അത് കേട്ട് നല്ല സന്തോഷത്തോടെ ഷിനോമിയ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാര്യം അവളുടെ അച്ഛനോട് ചെന്ന് പറയും. എന്നാൽ അഭിനന്ദിക്കുന്നതിന് പകരം അവളുടെ അച്ഛൻ അവളോട് പറയുന്നത്, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അതിനിപ്പോ എന്താ, നീ ഒരു തവണ വിജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ അടുത്ത തവണ നീ തോറ്റുപോകും. അതുകൊണ്ട് നീ ഉടനെ അടുത്ത വിജയത്തിനു വേണ്ടി തയ്യാറായി നിൽക്കണം. കിക്കോറു, ഭാവിയിൽ ഈ നാടിനെ നീ രക്ഷിക്കാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോഴേ നിന്റെ മരിച്ചുപോയ അമ്മയ്ക്ക് സന്തോഷാവുള്ളൂ. ഇങ്ങനെ ചെറുപ്പം മുതലേ അവളുടെ അച്ഛൻ അവളോട് ഇതാണ് പറയുന്നത്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം, ബാക്കിയുള്ളവരെക്കാളും നീയാണ് ബെസ്റ്റ് ആയിരിക്കേണ്ടത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഷിനോമിയ കൈജുവിനെ വീണ്ടും അറ്റാക്ക് ചെയ്യും. പക്ഷെ കൈജുവിൽ നിന്ന് കിട്ടിയ അറ്റാക്കിൽ നിന്ന് അവളുടെ കൈ ഒട്ടിഞ്ഞ് തിരിഞ്ഞിരിക്കും. ഇതേ സമയത്ത് തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് വന്ന ഒരു ഡ്രോണ് ആ കൈജുവിനെയും ഷിനോമിയെയും കണ്ടു. എന്നിട്ട് അവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് മീനയോടും ഹോഷീനയോടും വിളിച്ചു പറയും. ആ കൈജു അതിന്റെ കൊമ്പ് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഷിനോമിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ എനർജി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന മീനയും ഹോഷീനയും, ഓ പണ്ടാരം, നമുക്ക് പെട്ടെന്ന് പോണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സ്പീഡിൽ ഓടി വരുന്നുണ്ട്. ഇവിടെ കൈജു അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ഷിനോമിയ, ഞാൻ മരിക്കാൻ പോവാണ് ഡാഡി, ഐ എം സോറി, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പെർഫെക്റ്റ് ആകാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് ഷിനോമിയ പറഞ്ഞു തീരുമ്പോ ഉടനെ ആ കൈജു അവളെ അറ്റാക്ക് ചെയ്യും. അതേ സമയത്ത് തന്നെ അവിടേക്ക് കാഫ്ക വന്നിട്ട്, ഷിനോമിയ നീ നല്ലതുപോലെ ചെയ്തു. അവനെ കാണുന്ന ഷിനോമിയ, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായി. പക്ഷെ ഷിനോമിയയ്ക്കും കാഫ്കയ്ക്കും ഒന്നും പറ്റിയില്ല. കാരണം കാഫ്ക കൈജു ആയിട്ട് മാറി. നീ ഇത്രയും നേരം കഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ പറ്റിയത്. അതുകൊണ്ട് ഇനി ഇത് എനിക്ക് വിട്ടേക്ക് എന്ന് കൈജു ആയിട്ട് മാറിയ കാഫ്ക ഷിനോമിയോട് പറയുന്നു. ഇവിടെ ബാക്കിയുള്ള ആൾക്കാര് എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചിക്കാവ മാത്രം എങ്ങോട്ട് ഓടുകയാണ്. അതിന്റെ കാരണം കുറച്ചു സമയത്തിന് മുൻപ് കൈജു അറ്റാക്ക് ഉണ്ടായ സമയത്ത് എല്ലാവരും അവിടെ നിന്ന് ഓടി പോകുമ്പോ ഒരാൾ വന്നിട്ട് പറയും, അവിടേക്ക് പോകരുത്, ഷിനോമിയ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണം എന്നിങ്ങനെ പറയുമ്പോ അത് കേട്ട് ഇച്ചിക്കാവ കാഫ്കയെ വിളിച്ച്, സീനിയർ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുന്നു. പക്ഷെ അവിടെ കാഫ്കയെ കാണാനില്ല. അപ്പോഴേക്കും ഷിനോമിയെ രക്ഷിക്കാൻ വേണ്ടി കാഫ്ക പോയി. അതുകൊണ്ട് കാഫ്കയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇച്ചിക്കാവ ഓടുന്നത്. എനിക്ക് ഉറപ്പാണ് അയാൾ കൈജുവായിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അയാൾ കൈജു ആവാൻ മടിക്കില്ല. ഇപ്പൊ ഇവിടെ ഷിനോമിയ കാഫ്കയെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താ ഇത്, നിങ്ങളൊരു കൈജു ആണോ എന്ന് ഷിനോമിയ ചോദിക്കുമ്പോ കാഫ്ക അവളോട് പറയും, ഷിനോമിയ പ്ലീസ് 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 ആരോട് ഇത് പറഞ്ഞു കൊടുക്കരുത്, പ്ലീസ് ഇത് നീ ഡിഫൻസ് ഫോഴ്സിനോട് പറഞ്ഞു കൊടുക്കരുത് പ്ലീസ് എന്നിങ്ങനെ കാഫ്ക ഷിനോമിയോട് പറയുന്ന ഈ ഒരു സമയത്ത് ആ കൈജു അവരെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് കാഫ്ക അവന്റെ കൈ കൊണ്ട് ആ അറ്റാക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് കാഫ്ക അടുത്ത അറ്റാക്കിന് വേണ്ടി അവന്റെ കൈ ചുരുട്ടി പിടിച്ച് എനർജി കൂട്ടി നിൽക്കുമ്പോൾ അവിടെയുള്ള ഡ്രോണിന് കാഫ്കയുടെ പവർ മനസ്സിലാവും. ഈ ഒരു കാര്യം കൺട്രോൾ റൂമിലിരുന്ന് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പെണ്ണ് വിളിച്ചു പറയും, ഹോഞ്ചുവിന്റെ അടുത്ത് അൾട്രാ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഡിക്റ്റേറ്റ് ആയി, അതിന് ചിലപ്പോ ഒരു പുതിയ കൈജു ആയിരിക്കാം. അത് കേട്ട് ഹൊഷീന, നീ അതിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, കൈജുവിന്റെ പവർ കാരണം ഡ്രോൺ ഡാമേജ് ആയി, അതുകൊണ്ട് അതിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അത് കാരണം ഉണ്ടാവുന്ന ആപത്തിന്റെ ശതമാനം 9.8.
അത് കേൾക്കുന്ന വൈസ് ക്യാപ്റ്റൻ ഹൊഷീന ഒരിക്കലും സാധിക്കില്ല, ഇനി ഇത് ചിലപ്പോൾ നമ്മുടെ മെഷീന്റെ കുഴപ്പമായിരിക്കും, ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കൈജു ഇതായിരിക്കും. ഇപ്പൊ ഇവിടെ കാഫ്ക കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ മുഴുവൻ പവറും കൂട്ടി. ഇതേ സമയത്ത് തന്നെ ആ കൈജു അവന്റെ നേരെ ഓടി വരുന്നുണ്ട്. അങ്ങനെ കാഫ്കയും കൈജുവും ഒരേ സമയത്ത് പഞ്ച് ചെയ്യും. കാഫ്കയുടെ പവർ കൂടുതലായതുകൊണ്ട് ആ കൈജു അവിടെ തന്നെ പൊട്ടിത്തെറിച്ചില്ലാതാവും. ഒരു ചോര മഴ തന്നെ അവിടെ പെയ്യും. കൈജുവിന്റെ 2 കാല് മാത്രം അവിടെ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ പൊട്ടിത്തെറിച്ചു. എന്നിട്ട് കാഫ്ക അതിനെ നോക്കി പറയും, ഇനി നീ എങ്ങനെ തിരിച്ചു വരാന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറയുമ്പോ ആ കൈജു വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ നോക്കും. അത് കാണുന്ന കാഫ്ക, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, പ്ലീസ് പ്ലീസ് തിരിച്ചു വരല്ലേ, റീജനറേറ്റ് ചെയ്യല്ലേ എന്നിങ്ങനെ കാഫ്ക പറയുന്നു. പക്ഷെ ആ കൈജുവിന് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം 2-3 കുടല് വെച്ച് അതിനെങ്ങനെ റീജനറേറ്റ് ചെയ്യാൻ കഴിയും? അത് അവിടെ തന്നെ വീണു. എന്നിട്ട് കാഫ്ക ഷിനോമിയയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ പുറകിലുള്ള ഒരു യോജുവിനെ പതുക്കെ തട്ടിയതേ ഉള്ളൂ. അപ്പോഴേക്കും അത് പീസായി മാറി. എന്നിട്ട് കാഫ്ക ഷിനോമിയോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന കാഫ്ക അവന്റെ മുഖം മാത്രം പഴയ രൂപത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഷിനോമിയോട് പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നീ നിന്നെ തന്നെ ഒരിക്കലും ആപത്തിലേക്ക് കൊണ്ടുപോകരുത്. പെട്ടെന്ന് ഇച്ചികാവ കാഫ്കയുടെ തലയിലടിക്കും. എനിക്ക് നിങ്ങളോടും അത് തന്നെയാ പറയാനുള്ളത്. ഓ ഇച്ചികാവ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഓടിപ്പോയി. എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ കൈജുവായിട്ട് മാറുമെന്ന് എന്ന് ഇച്ചികാവ പറയുമ്പോ കാഫ്ക പറയും, ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ കൈയിന്റെ ഒരു ഭാഗം മാത്രം ട്രാൻസ്ഫോം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായത് മുഴുവനായിട്ടും ട്രാൻസ്ഫോം ചെയ്യണമെന്ന്. അത് കേട്ട് ഇച്ചികാവ, സീനിയർ നിങ്ങൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ അവരുടെ പുറകിലുള്ള ഷിനോമിയ ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷമാണ് അവിടേക്ക് മീനയും വൈസ് ക്യാപ്റ്റനും വരുന്നത്. അവര് വന്ന് നോക്കുമ്പോ അവിടെ ആരെയും കാണാനില്ല, വെറും പൊട്ടിച്ചെതറി കിടക്കുന്ന ആ കൈജുവിന്റെ ബോഡി പാർട്സ് മാത്രം. അത് കാണുന്ന ഹൊഷീന, ഇതുപോലൊരു സംഭവം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ കൺട്രോൾ റൂമിലുള്ള ആ പെണ്ണ് അവരോട് പറയും, ഇപ്പോഴിവിടേക്ക് അവസാനത്തെ ആ 3 പേര് വന്നിട്ടുണ്ട്. കിക്കോറു ഷിനോമിയ, റെനോ ഇച്ചികാവ, അതുപോലെ കാഫ്ക ഹിബിനോ, എല്ലാവരും സേഫ് ആണ്. ഇപ്പൊ ഹൊഷീന മീനയോട് പറയും, കിക്കോറു ഷിനോമിയ സ്ട്രോങ് ആണ്, പക്ഷെ അവളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മീന പറയും, എല്ലാ കൈജുവും ജീവനോടെ തിരിച്ചു വന്നു, അതുപോലെ പെട്ടെന്ന് തന്നെ അവറ്റങ്ങൾ ഇല്ലാതെയായി. പക്ഷെ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നിട്ട് മീന ബാക്കിയുള്ള ആൾക്കാരോട് പറയും, നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വാ, ഞാനും ഹൊഷീനയും ബാക്കിയുള്ള യോജുവിനെ നോക്കാം. ഇപ്പൊ ഹൊഷീന അവന്റെ മനസ്സിൽ ചിന്തിക്കും, ഇത് കാണുമ്പോ എനിക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇനി അതിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള കാഫ്കയാണ്. കാഫ്കയോട് ഇച്ചികാവ പറയും, ഷിനോമിയയ്ക്ക് ഇപ്പൊ കുഴപ്പമില്ല, ഡിഫൻസ് ഫോഴ്സിലുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന കാഫ്ക പറയും, എന്ത്? ആ കൈജുവിനെ പെറുക്കി എടുത്തടിച്ചത് ഞാന്, എന്നിട്ട് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവൾക്കോ? സീനിയർ, അതിന് കാരണം നിങ്ങൾക്ക് കുറച്ച് പരിക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. അത് കേൾക്കുന്ന കാഫ്ക ഇച്ചികാവയോട് പറയും, പക്ഷെ കൂട്ടത്തില് അധികം പരിക്കൊന്നും പറ്റാത്തത് നിനക്കാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇത്രയും ദൂരം ഞാൻ എത്തിയത് നിന്റെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് താങ്ക് യു ഇച്ചികാവ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് മീന വരുന്നു. മീന ഇച്ചികാവയോട് പറയും, ഷിനോമിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് നീയാണെന്ന് ഞാൻ അറിഞ്ഞു, അവളെ സഹായിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് മീന ഒരു സല്യൂട്ട് കൊടുത്ത് അവിടെ നിന്ന് നടന്നു പോകുമ്പോ കാഫ്ക അവളെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കും. പക്ഷെ അവൻ വിളിക്കില്ല. കാരണം ഒരു ഓഫീസർ ആയതിനു ശേഷം മാത്രമേ ഇനി കാഫ്ക അവളെ വിളിക്കുകയുള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് ട്രീറ്റ്മെന്റിലുള്ള ഷിനോമിയയാണ്. അവൾ ഇപ്പോഴും അവളുടെ അച്ഛനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ അവൾക്ക് പെർഫെക്റ്റ് ആവാൻ കഴിഞ്ഞില്ല. ഇതേ സമയത്ത് അവളുടെ അടുത്തേക്ക് ഹൊഷീന വരുന്നു. ഹൊഷീനയെ കാണുമ്പോൾ ഷിനോമി എഴുന്നേൽക്കും. അപ്പൊ അവളെ നോക്കി ഹൊഷീന, ബാക്കിയുണ്ടായിരുന്ന എല്ലാ യോഞ്ചുവിനെയും ഞങ്ങൾ കൊന്നു, അതുപോലെ നന്ദി പറയേണ്ടത് നിന്നോടാണ് ആ ഹോഞ്ചുവിനെ കൊന്നതിന്. ഇത് കേൾക്കുന്ന ഷിനോമിയ ഒന്ന് ആലോചിക്കും. അപ്പൊ അവളോട് ഹൊഷീന, കൊന്നത് നീ തന്നെയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവൾക്ക് അല്ലാന്ന് പറയാൻ കഴിയില്ല. അവൾ അല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് കാഫ്കയെ പിടിക്കും. അതുകൊണ്ട് അവള് പറയും, അതെ ഞാൻ തന്നെയാണ് ആ കൈജുവിനെ കൊന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു ബാത്റൂമാണ്. അതിന്റെ അകത്തുണ്ട് ഷിനോമിയെ അറ്റാക്ക് ചെയ്ത് ബാക്കിയുള്ള എല്ലാ കൈജുവിനും ജീവൻ കൊടുത്ത ആ മെയിൻ കൈജു. അത് ബാത്റൂമിലിരുന്ന് ഇന്ന് നടന്ന സംഭവത്തിന്റെയൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇന്ന് നടന്ന കൈജു അറ്റാക്കിൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നാണ്. അതായത് ആരും മരിച്ചില്ല. അത് കേൾക്കുന്ന ഈ ഒരു കൈജുവിന് സഹിക്കാൻ കഴിയില്ല. എന്ത്, ആരും ഒന്നും മരിച്ചില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതിന്റെ കൂടെ തന്നെ ന്യൂസിലെ കൈജു നമ്പർ 8നെ പറ്റിയും പറയും. അത് കേൾക്കുന്ന ഈ ഒരു കൈജു, എന്ത് കൈജു നമ്പർ 8ഓ, അതെന്താ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ആൾക്കാര് ആ ഫോണിലേക്ക് വിളിക്കും. ഹേയ്, എന്താ നീ ഇത്രയും നേരം ബാത്റൂമിൽ ചെയ്യുന്നേ? ബ്രേക്ക് ടൈം കഴിഞ്ഞു, വേഗം പുറത്തേക്ക് വാ. അത് കേൾക്കുന്ന കൈജു പെട്ടെന്ന് മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് പറയും, സോറി, ഞാൻ ഇപ്പൊ തന്നെ പുറത്തേക്ക് വരാം. നമ്മുടെ കാഫ്ക എങ്ങനെയാണോ കൈജുവും മനുഷ്യനും ആവുന്നത്, അതുപോലെ തന്നെ ഈ ഒരു കൈജുവിനും മനുഷ്യനാവാൻ കഴിയും. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവനെ കാത്തു നിൽക്കുന്നത് കൈജുവിനെ ക്ലീൻ ചെയ്യുന്ന ആ ആൾക്കാരാണ്. അതായത് ഈ ഒരു കൈജു മനുഷ്യ രൂപത്തിൽ ജോലി ചെയ്യുന്നത് കാഫ്ക ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്.
എന്നാൽ കാഫ്ക പോയതിനു ശേഷമാണ് ഈ ഒരു കൈജു അവിടേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പൊ പുറത്തേക്ക് വരുന്ന ഈ ഒരു കൈജു മനുഷ്യൻ അവരോട് പറയും, രാവിലെ കഴിച്ചത് വയറിന് പിടിച്ചില്ലാന്ന് തോന്നുന്നു, ചെറിയൊരു വയറിളക്കം. അത് കേൾക്കുന്ന അവര്, നീ ഞങ്ങളങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ, ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കുമ്പോ അവർ കാഫ്കയ്ക്കും ഇച്ചിക്കാവയ്ക്കും ഇന്ന് നടന്ന സംഭവത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു വില്ലൻ കൈജു മനുഷ്യനിൽ നിന്ന് തിരിച്ച് കൈജു ആ നോക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ അത് കൈജു ആവാതെ കൺട്രോൾ ചെയ്ത് ഇവരുടെ പുറകെ പോകുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, കാഫ്ക കൈജു ആയിട്ട് മാറിയപ്പോൾ അവന്റെ ആപത്തിന്റെ ശതമാനം എത്രയായിരുന്നു, അത് എത്രയായിരുന്നു എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.